എൻ്റെ പേര് ബാഹുലേനാണ്. ധനുച്ചുരം സ്വദേശിയാണ്. ദേശീയ കായികരമണം. ഞാനിപ്പോൾ നിൽക്കുന്നത് ധനുച്ചുരം പാർക്ക് ജംഗ്ഷനിൽ നിന്ന് ഉള്ളിലോട്ടൊരു ചെറിയ കടയുണ്ട്. പണ്ടേ ഉള്ള ഒരു കടയാണ്. ആദ്യമായിട്ട് പാർക്ക് ജംഗ്ഷനിലുള്ള കടയാണ്. ചായക്കടയാണ്. ദോശയുണ്ട്, അപ്പമുണ്ട്, ബാക്കിയുള്ള എല്ലാ നമുക്ക് വിശേഷമായ പുള്ളിയിലൂടെ തന്നെ ചോദിക്കാം. ഒന്നല്ലേ ചേട്ടാ, ഈ കട തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി? അച്ഛൻ്റെ എത്ര എന്നാലും ഏത് 70 വർഷം. 70 വർഷം അപ്പോഴേ ഉണ്ട്. അപ്പോഴേ അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു? ദോശ, അന്നത്തെ ദോശ, പുട്ടുപറവപ്പടം, അപ്പം എല്ലാം ഉണ്ട്. അതിനുശേഷമാണ് അച്ഛൻ മരിച്ചതിന് ശേഷമാണ് ഞാൻ തുടങ്ങിയത്. ഞാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. ദോശ എത്രയാണ് ഇവിടുത്തെ? ദോശ 5 രൂപയുള്ളൂ. വട 10 രൂപ. ചായ 10. പിന്നെ അപ്പം, പിന്നെ കടലക്കറി, കിഴങ്ങ് കറി. കടലക്കറി എന്തുമില്ല, 15 രൂപ. 15 രൂപ. ബീഫ് ഉണ്ടോ? ബീഫില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. ബീഫ് ഉണ്ടാവും. അപ്പോഴെങ്ങനെയാണ് രാവിലത്തെ ഭക്ഷണം? ദോശ, അപ്പം, പുട്ടുപറവപ്പടം, കടലക്കറി, മുട്ടക്കറി. ഉച്ചയ്ക്ക് എങ്ങനെയാണ് ഊണ്? ഉച്ചയ്ക്ക് ഊണും മീൻകറിയും മീൻ ഫ്രൈ ഉണ്ട്. പിന്നെ ഈ എങ്ങനെയാണ് ഊണിന്റെ വില എത്രയാണ്? ഊണിന്റെ വില ഊണ് മാത്രമാണെങ്കിൽ 60, മീൻ കൂട്ടിയാണെങ്കിൽ 80. ഇപ്പോൾ ഇവിടുത്തെ ഊണ് പ്രത്യേക രുചിയെന്നില്ല ആൾക്കാർ പറയണത്. ഏകദേശം ഉച്ചയ്ക്ക് എത്ര ഊണ് ചെലാവും? 75 ഊണ് ചെലാവും. 75 ഊണ് ചെലാവും. ഇപ്പോഴും സ്കൂളിലുള്ള പിള്ളേരൊക്കെ വരും. സ്കൂൾ പിള്ളേര്, സ്കൂൾ സാറന്മാര്, IT സാറന്മാര്, കോളേജ് സാറന്മാര്, പിന്നെ പുറത്തുനിന്ന് വരുന്നവര് സാറന്മാരും വരും. ഇപ്പൊ ചേട്ടന്റെ പേരെന്തോന്നാണ്? രാജേന്ദ്രൻ. എത്ര പിള്ളേരുണ്ട് ചേട്ടൻ? 2 പിള്ളേര്. എന്ത് ചെയ്യണം അവര്? ഒരാൾ ഡിഗ്രി പഠിച്ചു, ഒരു ഡിഗ്രി കഴിഞ്ഞ് കമ്പനി ചെയ്തു. അങ്ങനെ നമ്മളിന്ന് പരിചയപ്പെട്ടത് ഒരു ചെറിയ ഹോട്ടലാണ്, സമ്പത്ത് ഹോട്ടലാണ്. പാർക്കിൻ്റെ അടുത്തിരിക്കുന്ന ജംഗ്ഷനിലിരിക്കുന്ന അവിടെ നിന്ന് ഉള്ളിലോട്ട് കയറണം. ഉള്ളിലോട്ട് കയറി വരുന്ന ഭാഗത്താണ് ഈ ഹോട്ടലിരിക്കുന്നത്. ഏറ്റവും വില കുറവാണ്. ദോശ 5 രൂപയാണ്, ചായ 10 രൂപയാണ്, വട 10 രൂപയാണ് നമുക്ക് പറയാം. അതുപോലെ അപ്പമുണ്ട്, കടലക്കറിയുണ്ട്. ഉച്ചയ്ക്ക് ഊണ് 75-80 ഊണ് വരെ ചിലവുമെന്നാണ് പറയുന്നത്. സമ്പത്ത് ഹോട്ടലാണ്. ആ ദൃശ്യങ്ങൾ തന്നെ നമ്മൾ ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ കാണിക്കുന്നു. എൻ്റെ വാർത്തയാണ്, ലൈവാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ മുന്നിൽ. ഒരു ചെറിയ ഹോട്ടലാണ്. ഇത്രയും നമ്മൾ 2 തലമുറയ്ക്ക് മുമ്പേ ഉള്ള ഒരു ഹോട്ടലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത ഇപ്പോൾ നൽകുന്നത്. ഹോട്ടലിലേക്ക് ഭക്ഷണം കഴിക്കുന്ന ദോശ 5 രൂപയേ ഉള്ളൂ. അങ്ങനെ എല്ലാ പാചകങ്ങളും 5 രൂപയിൽ തന്നെ കൊടുക്കുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ നൽകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന സമ്പത്ത് ഹോട്ടലിലാണ്. പാർക്ക് ജംഗ്ഷനിലാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. പാർക്കിൻ്റെ അവിടെ നിന്ന് ഒരു 50 മീറ്റർ ഇല്ല, ഒരു 20 മീറ്റർ മാത്രമേ ഉള്ളൂ. ആ ഉള്ളിലോട്ടാണ്. നേരത്തെ പാർക്ക് ജംഗ്ഷനിലെ റോട്ടിലാണ് ഈ കടയിരുന്നത്. അവിടെ നിന്ന് മാറി ഇപ്പോൾ ഉള്ളിലോട്ടായി. ഒരു ചെറിയ ഹോട്ടലാണ്. ഈ ആദ്യം തുടങ്ങിയ ഹോട്ടലാണ് ധനുച്ചുരത്ത്. പണ്ടേ ഉള്ളതാണ്. എൻ്റെ 2 തലമുറയ്ക്ക് മുമ്പേ ഉള്ള ഹോട്ടലാണെന്ന് നമുക്ക് പറയാം. അവരെ അച്ഛൻ നടത്തിയ അച്ഛൻ മരിച്ചുപോയി. അതിനുശേഷം പുള്ളി രാജേന്ദ്രനല്ലേ പേര്, രാജേന്ദ്രനാണ് ഇപ്പോൾ ഹോട്ടൽ നടത്തുന്നത്. വിശദമായ ഇവിടുത്തെ നല്ല ഇതെന്ന് പറഞ്ഞാൽ വടയും ചായയും നല്ലതാണ്. അതുപോലെ ഉച്ചയ്ക്കുള്ള ഊണ് വില കുറച്ച് കൊടുക്കുന്ന ഇവിടെയാണ്. നല്ല 4-5 കൂട്ടാനും ഊണുമാണ്. ഇവിടെ ഊണ് കഴിക്കാത്ത ഒരു ചുരുക്കം വരെ ഉള്ളൂ. സ്കൂൾ കുട്ടികളായിരുന്നാലും കോളേജ് കുട്ടികളായിരുന്നാലും അതുപോലെ രാഷ്ട്രീയക്കാരായിരുന്നാലും കമ്മിറ്റി കിടക്കുമ്പോൾ എല്ലാം ഇവിടെ വെച്ചാണ് ഊണ് നൽകുന്നതെന്ന് പറയാം. ചെറിയ ഒരു ഹോട്ടലാണ്. എൻ്റെ വാർത്തയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ബാഹുലേ.